അടുത്ത ദിവസം ക്യാൻസർ ചികിത്സയുടെ പുരോഗതി അറിയാനുള്ള സ്കാനിംഗ് ചെയ്യാനായി വാൾട്ടും കുടുംബവും ആശുപത്രിയിൽ പോയി. എന്നാൽ അതൊരു സാധാരണ സ്കാനിംഗ് ആയിരുന്നില്ല. ഇതുവരെ ചെയ്ത കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ വാൾട്ടിന്റെ ശരീരത്തെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നും ശ്വാസകോശത്തിൽ രൂപപ്പെട്ട മുഴയിൽ നിന്നും ക്യാൻസർ വേറെ ഏതെങ്കിലും അവയവത്തിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നുമെല്ലാം അറിയാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. ചുരുക്കത്തിൽ ഈ സ്കാനിങ്ങിലൂടെ വാൾട്ടിന്റെ ഭാവിയും ആയുസ്സും അവർക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹാങ്കും മേരിയും അടക്കം എല്ലാവരും അവിടെ എത്തിയിരുന്നു. ശേഷം വാൾട്ടിന്റെ സ്കാനിംഗ് നടന്നു. അവിടെ വെച്ച് സ്കാനിംഗ് ചെയ്ത ടെക്നീഷ്യനോട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് വാൾട്ട് ആകാംക്ഷയോടെ ചോദിച്ചു. റിസൾട്ട് വരാൻ ഒരാഴ്ച സമയമെടുക്കുമെന്നും അടുത്ത ആഴ്ച ഡോക്ടർ നിങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുമായിരുന്നു അവരുടെ മറുപടി. അതോടെ ഒരാഴ്ച കൂടി ആ ഭയത്തോടെ ജീവിക്കണമല്ലോ എന്ന നിരാശയോടെ വാൾട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ വാൾട്ട് നേരെ പോകുന്നത് സോളിന്റെ അടുത്തേക്കാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് വാൾട്ട് സോളിനെ കാണുന്നത്. ഒന്ന്, സോൾ നേരത്തെ പറഞ്ഞതുപോലെ വാൾട്ടിന്റെ കയ്യിലുള്ള മെത്ത് വിറ്റ് കിട്ടിയ കള്ളപ്പണം ലീഗലാക്കി വാൾട്ടിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക. മറ്റൊന്ന്, ഇത്രയും പണം തന്റെ അക്കൗണ്ടിൽ എങ്ങനെ വന്നെന്ന് ഒരിക്കലും ഭാര്യയ്ക്ക് മനസ്സിലാകരുത്. ഇനി അഥവാ മനസ്സിലായാൽ അത് തന്റെ മരണശേഷം ആയിരിക്കണം. ഇത് കേട്ട സോള് നിങ്ങൾക്കിനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് വാൾട്ടിനോട് ചോദിച്ചു. ചിലപ്പോൾ 3-4 ആഴ്ചകൾക്കുള്ളിൽ താൻ മരണപ്പെട്ടേക്കാമെന്ന വാൾട്ടിന്റെ മറുപടി കേൾക്കുന്ന സോൾ ശരിക്കും നിരാശനായി. നിങ്ങളുമായുള്ള ബിസിനസ്സിൽ ഒരുപാട് പണമുണ്ടാക്കാമെന്ന് ഞാൻ വെറുതെ വ്യാമോഹിച്ചു എന്ന് പറയുന്ന സോൾ നിലവിൽ വെളുപ്പിക്കാൻ വാൾട്ടിന്റെ കയ്യിൽ എത്ര പണമുണ്ടെന്ന് ചോദിച്ചു. $16,000 എന്ന വാൾട്ടിന്റെ മറുപടി സോളിനെ ശരിക്കും വിഷമിപ്പിച്ചു. നഗരത്തിലെ ഏറ്റവും മികച്ച മെത്തുണ്ടാക്കി വിൽക്കുന്ന ഒരാളിൽ നിന്നും ഇത്രയും ചെറിയ തുക കേട്ട സോൾ നിങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചു. ഇത് കാലത്തിന്റെ പ്രശ്നമല്ലെന്നും തങ്ങൾക്ക് ചില അപ്രതീക്ഷിതമായ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നതുകൊണ്ടാണെന്നും വാൾട്ട് പറഞ്ഞു. തുടർന്ന് സോൾ പണത്തിന്റെ കണക്കുകൾ കൃത്യമായി വിശദീകരിച്ചു. നിലവിൽ $16,000 വെളുപ്പിക്കുമ്പോൾ $1 75 സെന്റ് മാത്രമേ ലഭിക്കൂ. അതിൽ നിന്നും തന്റെ 17% ഫീസും കൂടി കഴിയുമ്പോൾ $9,960 ലീഗൽ പണമായി വാൾട്ടിന്റെ അക്കൗണ്ടിൽ ലഭിക്കും. ഇതുകൊണ്ടാണോ നീ കുടുംബം സുരക്ഷിതമാക്കാൻ പോകുന്നതെന്ന് ചോദിച്ച് സോള് വാൾട്ടിനെ പരിഹസിച്ചു. തന്റെ ജീവൻ പണയം വെച്ചും കുടുംബത്തെ സംരക്ഷിക്കാൻ താൻ ഇതുവരെ ഉണ്ടാക്കിയ പണം ഒന്നിനും തികയില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന വാൾട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ കൂടുതൽ മെത്തുണ്ടാക്കുമെന്നും അതിനുശേഷം കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. തിരികെ വീട്ടിലെത്തിയ വാൾട്ടിന്റെ ടെൻഷൻ ശ്രദ്ധിക്കുന്ന സ്കൈലർ സ്കാനിംഗ് റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്നും അതെല്ലാം മറക്കാൻ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാലോ എന്ന് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയം കൂടുതൽ മെത്തുണ്ടാക്കാൻ തീരുമാനിച്ചിരുന്ന വാൾട്ട് അവളോട് പുതിയൊരു കള്ളം പറഞ്ഞു. വാൾട്ടിന്റെ അച്ഛൻ മരിച്ച ശേഷം അമ്മ ഒരു കെയർ ഹോമിലാണ് താമസിക്കുന്നത്. എപ്പോഴും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന അമ്മയുമായി വാൾട്ടും സ്കൈലറും അത്ര നല്ല രീതിയിലായിരുന്നില്ല. എന്നാൽ ഒരു പക്ഷേ താൻ മരിച്ചാൽ അമ്മയുടെ സ്വത്തിന്റെ അവകാശം നിനക്കും മകനും കിട്ടുമെന്നും അതുകൊണ്ട് താൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും അവളോട് പറഞ്ഞു. എന്നാൽ സ്കാനിംഗ് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമെന്നും ഒന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞ് സ്കൈലർ അവനെ ആശ്വസിപ്പിച്ചു. വാൾട്ടിന്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന സ്കൈലർ അവനെ പോകാൻ അനുവദിച്ചു. എന്നാൽ ആ ദിവസങ്ങളിൽ ജെസ്സിയുമായി മെത്തുണ്ടാക്കാനാണ് വാൾട്ട് പോകുന്നത്. അതേസമയം ഇതൊന്നും അറിയാതെ ജെസ്സി വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. നിലവിൽ അവന്റെ താമസം പൂർണ്ണമായും ജെയിനിന്റെ കൂടെയായിരുന്നു. അന്നത്തെ ദിവസം തന്നോടൊപ്പം ചിലവഴിക്കാൻ അവനോട് പറയുന്ന ജെയിൻ സാന്റാഫെ എന്ന നഗരത്തിൽ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ടെന്നും നമുക്കിന്ന് അവിടെ പോകാമെന്നും പറഞ്ഞു. ചിത്രം വരയിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നെങ്കിലും അവളുടെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ജെസ്സി പോകാമെന്ന് സമ്മതിച്ചു. പെട്ടെന്നാണ് ജെസ്സിക്ക് വാൾട്ടിന്റെ കോൾ വന്നത്. അവരുടെ സംഭാഷണം ജെയിൻ കേൾക്കാതിരിക്കാൻ അവൻ ഫോണുമായി റൂമിൽ കയറി കതകടച്ചു. താൻ ഒരുപാട് നേരമായി വിളിക്കുന്നുവെന്നും എന്താണ് നീ ഫോൺ എടുക്കാത്തതെന്നും ചോദിച്ച് വാൾട്ട് അവനോട് ദേഷ്യപ്പെട്ടു. താൻ കുറച്ച് തിരക്കിലായിരുന്നു എന്ന് ജെസ്സി മറുപടി പറഞ്ഞെങ്കിലും വാൾട്ട് അതൊന്നും കേട്ടില്ല. പകരം നമുക്കെത്രയും പെട്ടെന്ന് വലിയ അളവിൽ മെത്തുണ്ടാക്കണമെന്നും അതിനാവശ്യമായ പുതിയ ചില ഉപകരണങ്ങൾ വാങ്ങേണ്ടതുണ്ടെന്നും അതുകൊണ്ട് ഒരു പേപ്പറും പേനയും എടുത്ത് താൻ പറയുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിയെടുക്കാനും വാൾട്ട് അവനോട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും വാങ്ങാൻ ഇന്ന് പോകാൻ കഴിയില്ലെന്നും തനിക്ക് ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ടെന്നും ജെസ്സി വാൾട്ടിനോട് തീർത്തു പറഞ്ഞു. അതോടെ അടവ് മാറ്റുന്ന വാൾട്ട് അവനോട് ഒരു കള്ളം പറഞ്ഞു. നമ്മുടെ കയ്യിലെ മെത്തലാമൈൻ എന്ന കെമിക്കൽ അതിന്റെ വീര്യം നഷ്ടപ്പെട്ട് കേടായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവിടെ പോയി ഒരു ബാരൽ മോഷ്ടിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതുപയോഗിച്ച് മെത്തുണ്ടാക്കാം. ജീവൻ പണയം വെച്ചുള്ള മറ്റൊരു മോഷണത്തിന് തയ്യാറല്ലായിരുന്ന ജെസ്സി വാൾട്ട് പറഞ്ഞത് സമ്മതിച്ചു. അടുത്ത ദിവസം രാവിലെ അമ്മയെ കാണാനെന്ന വ്യാജേന വീട്ടിൽ നിന്നിറങ്ങുന്ന വാൾട്ടിനെ സ്കൈലർ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് എല്ലാം ശരിയാക്കി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവളോട് യാത്ര പറയുന്ന വാൾട്ട് എയർപോർട്ടിനുള്ളിലേക്ക് കയറി. അവൾ പോയെന്ന് ഉറപ്പുവരുത്തിയ വാൾട്ട് കുറച്ചു സമയത്തിനു ശേഷം പുറത്തേക്ക് തിരിച്ചു വന്നു. അപ്പോഴേക്ക് വാനുമായി ജെസ്സി വാൾട്ടിനെ കൂട്ടാൻ അവിടെ എത്തി. വണ്ടിയിൽ കയറിയ ഉടനെ താൻ വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളെല്ലാം ജെസ്സി വാങ്ങിയോ എന്ന് വാൾട്ട് ഉറപ്പുവരുത്തി. ശേഷം അവർ നഗരത്തിനു പുറത്തുള്ള ഏതെങ്കിലും വിജനമായ മരുഭൂമി തേടി യാത്ര തുടങ്ങി. നഗരത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ മാറി മനുഷ്യവാസം തീരെയില്ലാത്ത ഒരു മരുഭൂമിയിൽ അവർ തമ്പടിച്ചു.
ശേഷം വാൾട്ട് ജെസ്സി വാങ്ങിയ സാധനങ്ങൾ പരിശോധിച്ചു. 4 ദിവസത്തേക്കുള്ള ഭക്ഷണമായി വെറും ചിപ്സുകളും സിറിയൽസും 20 ലിറ്റർ വെള്ളവും മാത്രമാണ് അവൻ വാങ്ങിയതെന്ന് കണ്ട വാൾട്ട് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളും പച്ചക്കറിയും ഒന്നും നീ വാങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചെങ്കിലും താൻ വാങ്ങിയതെല്ലാം നല്ല ഭക്ഷണമാണെന്നും അതുകൊണ്ട് നമുക്ക് സുഖമായി 4 ദിവസം തള്ളി നീക്കാമെന്നുമായിരുന്നു അവന്റെ മറുപടി. ജെസ്സിയുടെ ഫോണിൽ സിഗ്നൽ ലഭിക്കാത്തതുകൊണ്ട് ജെയിനെ വിളിക്കാൻ വാൾട്ടിന്റെ ഫോൺ അവൻ ചോദിച്ചെങ്കിലും കൊടുക്കാൻ വാൾട്ട് തയ്യാറായില്ല. കാരണം സ്കൈലർ തന്റെ ഫോൺ ബില്ലുകൾ പരിശോധിക്കുമെന്നും അപ്പോൾ ഈ നമ്പറുകൾ കണ്ടാൽ അതൊരു പ്രശ്നമാകുമെന്നും പറയുന്ന വാൾട്ട് ഫോൺ തരാൻ കഴിയില്ലെന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ പാചകം തുടങ്ങാനുള്ള പണികൾ അവർ ആരംഭിച്ചു. വാനിന്റെ താക്കോൽ അലക്ഷ്യമായി അവിടെയിട്ട ജെസ്സിയോട് അത് കാണാതെ പോയാൽ നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരുമെന്നും അതെടുത്ത് സൂക്ഷിച്ചു വെക്കാനും വാൾട്ട് പറഞ്ഞു. താക്കോൽ കളഞ്ഞു പോകാതിരിക്കാൻ ജെസ്സി അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ താക്കോലിടുന്ന ഇഗ്നിഷൻ പോയിന്റിൽ തന്നെ ഇട്ടുവെച്ചു. ശേഷം വാൾട്ടും ജെസ്സിയും അവരുടെ ജോലികൾ ആരംഭിച്ചു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ 2 ദിവസം തുടർച്ചയായി അവർ മെത്തുണ്ടാക്കി. ഒടുവിൽ അവസാനത്തെ ബാച്ചും പൂർത്തിയാക്കിയ ശേഷം അവർ ഓരോ പാക്കറ്റിന്റെയും തൂക്കം അളന്നു നോക്കി. മൊത്തം 42 പൗണ്ട് മെത്താണ് അവർ ഉണ്ടാക്കിയത്. എന്നാൽ ഇത് മൊത്തം വിറ്റാൽ നമുക്കെത്ര പണം കിട്ടുമെന്നായിരുന്നു ജെസ്സിക്ക് അറിയേണ്ടിയിരുന്നത്. നിലവിൽ ഒരു പൗണ്ടിന് $40,000 അവർ വാങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 42 പൗണ്ട് $40,000 വിറ്റാൽ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ കമ്മീഷനും കഴിച്ച് അവരുടെ ലാഭം എത്രയാണെന്ന് കണക്ക് കൂട്ടിയ വാൾട്ട് ആ തുക ജെസ്സിയോട് പറഞ്ഞു. $6,72,000. ഇത് നമുക്ക് 2 പേർക്കും കൂടിയുള്ളതാണോ എന്ന് ചോദിച്ച ജെസ്സിയുടെ മുഖത്ത് നോക്കുന്ന വാൾട്ട് അല്പം അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും പറഞ്ഞു, അല്ല, നമ്മൾ 2 പേർക്കും അത്രയും വെച്ച് കിട്ടും. ഒരാൾക്ക് $6,72,000 ലഭിക്കുമെന്ന് കേൾക്കുന്ന ജെസ്സിക്ക് സന്തോഷം അടക്കാനായില്ല. അവർ 2 പേരും ആ വാനിന്റെ ഉള്ളിൽ വെച്ച് എല്ലാം മറന്ന് ആഘോഷിച്ചു. തന്റെ കുടുംബത്തിന് ഇനിയുള്ള കാലം ജീവിക്കാനുള്ള മുഴുവൻ പണവും താൻ സമ്പാദിച്ചു എന്ന ചിന്ത വാൾട്ടിന് ആശ്വാസവും സന്തോഷവും നൽകി. പെട്ടെന്ന് അവരുടെ ജനറേറ്റർ ഓഫായത് ശ്രദ്ധിക്കുന്ന വാൾട്ട് അതിനെന്തു പറ്റിയെന്ന് ജെസ്സിയോട് ചോദിച്ചെങ്കിലും ഇനി എന്ത് പറ്റിയാലും പ്രശ്നമില്ലെന്നും നമുക്കാവശ്യമുള്ള മെത്തുണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യമില്ലെന്നും പറയുന്ന ജെസ്സിയോട് ഏകദേശം 24 ലിറ്റർ മെത്തിലാമൈൻ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെന്നും അത് തീരുന്നവരെ പാചകം ചെയ്യാനാണ് തന്റെ ഉദ്ദേശമെന്നും പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 2 ദിവസത്തെ വിശ്രമമില്ലാത്ത ജോലികൾ കാരണം ശരിക്കും അവശനായിരുന്ന ജെസ്സി അവന് കുറച്ച് വിശ്രമം അത്യാവശ്യമാണെന്നും 2 ദിവസം കൂടി സമയമുള്ളതിനാൽ ഇന്ന് രാത്രി അടുത്തുള്ള ടൗണിൽ പോയി നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നുറങ്ങിയ ശേഷം നാളെ തിരികെ എത്തി ബാക്കിയുള്ള മെത്തും കൂടി ഉണ്ടാക്കി നമുക്ക് നാട്ടിലേക്ക് തിരികെ പോകാമെന്ന് വാൾട്ടിനോട് പറഞ്ഞു. ആദ്യം വിസമ്മതിച്ചെങ്കിലും ആലോചിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് വാൾട്ടിനും തോന്നി. അങ്ങനെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയ ശേഷം അവർ അടുത്ത ടൗണിലേക്ക് പോകാനൊരുങ്ങി. എന്നാൽ പലതവണ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ജെസ്സി ശ്രമിച്ചെങ്കിലും വണ്ടി സ്റ്റാർട്ടായില്ല. വണ്ടിയുടെ ബാറ്ററി പൂർണ്ണമായും തീർന്നുവെന്ന വിവരം അവർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. നേരത്തെ വണ്ടിയുടെ താക്കോൽ അലക്ഷ്യമായി അവിടെ വെച്ച ജെസ്സിയോട് വാൾട്ടാണ് അത് സുരക്ഷിതമായി എവിടെയെങ്കിലും മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ജെസ്സി അത് വെച്ചിരുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ താക്കോലിടുന്ന ഇഗ്നിഷൻ പോയിന്റിൽ തന്നെയായിരുന്നു. അതോടെ കഴിഞ്ഞ 2 ദിവസം വണ്ടി ഓണായി തന്നെ കിടക്കുകയായിരുന്നു. അതാണ് ബാറ്ററി തീരാൻ കാരണമെന്ന് മനസ്സിലാക്കുന്ന വാൾട്ട് ജെസ്സിയെ കണക്കിന് വഴക്കു പറഞ്ഞു. താൻ മേശപ്പുറത്ത് വെച്ച് താക്കോൽ മാറ്റാൻ പറഞ്ഞത് വാൾട്ട് ആണെന്നും അതുകൊണ്ട് മറന്നു പോകാതിരിക്കാനാണ് താൻ അതവിടെ വെച്ചതെന്നും പറയുന്ന ജെസ്സി വണ്ടി ഓണാണെങ്കിൽ അടിക്കേണ്ട വാർണിംഗ് സിഗ്നൽ അടിച്ചില്ലെന്നും പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിച്ചു. അനാവശ്യമായി അവിടെ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ വാൾട്ട് വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ എന്താണ് വഴിയെന്നാലോചിച്ചു. ഇന്ധനം തീർന്നു കിടക്കുന്ന ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നും വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്യാമെന്ന് തീരുമാനിച്ച അവർ വണ്ടിയിൽ നിന്നും കുറച്ച് പെട്രോൾ എടുത്ത് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ വണ്ടിയിൽ നിന്നും ജനറേറ്ററിലേക്ക് ജെസ്സി കൊടുത്ത വയറുകൾ തെറ്റായിരുന്നു. ശേഷം അവർ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ അത് സ്റ്റാർട്ടാകുന്നുണ്ടെങ്കിലും ജെസ്സി കൊടുത്ത കണക്ഷൻ തെറ്റായതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ച് ജനറേറ്റർ പൊട്ടിത്തെറിച്ചു. അതിൽ നിന്നും ആളിക്കത്തിയ തീ കണ്ടു പേടിച്ച ജെസ്സി അവരുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന കുടിവെള്ളമെടുത്ത് ആ തീയണച്ചു. ഒരപകടം ഒഴിവായെങ്കിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കുടിവെള്ളവും അതോടെ നഷ്ടപ്പെട്ടു. ശേഷം വാൾട്ട് ജനറേറ്റർ അഴിച്ച് അത് നേരെയാക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അതോടെ കുടിവെള്ളം പോലുമില്ലാതെ ആ മരുഭൂമിയിൽ നിന്നാൽ നമ്മൾ കുടുങ്ങുമെന്ന് പറയുന്ന ജെസ്സി വാൾട്ടിനോട് ഫോൺ ആവശ്യപ്പെട്ടു. സ്കിന്നിയെ വിളിച്ച് ഒരു വണ്ടിയുമായി വന്ന് അവരെ രക്ഷിക്കാൻ പറയാനായിരുന്നു അവന്റെ പ്ലാൻ. ഫോൺ നൽകാൻ കഴിയില്ലെന്നും സ്കൈലർ തന്റെ ഫോൺ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആദ്യം വാൾട്ട് പിന്മാറിയെങ്കിലും രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതിനാൽ തന്റെ ഫോൺ കൊടുത്തു. ശേഷം ജെസ്സി സ്കിന്നിയെ വിളിച്ച് തങ്ങളൊരു മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അങ്ങോട്ട് വരേണ്ട വഴിയും വിവരങ്ങളും അവന് കൈമാറുകയും ചെയ്തു. അങ്ങനെ അവർ സ്കിന്നിയുടെ വരവിനായി കാത്തിരുന്നു. സമയം അപ്പോഴേക്കും രാത്രിയായിരുന്നു. പെട്ടെന്ന് സ്കിന്നിയുടെ ഫോൺ വന്നു. അവൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നും അടുത്തുള്ള നദിയുടെ അടുത്തെത്തിയെന്നും പറഞ്ഞു. അത് കേട്ട ജെസ്സി ശരിക്കും ഞെട്ടി. സ്കിന്നി മറ്റേതോ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. കാരണം ജെസ്സി അവനോട് പറഞ്ഞ വഴിയിൽ നദിയൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്ക് വഴി തെറ്റിയെന്നും പറഞ്ഞ് അവന് ശരിയായ വഴി പറഞ്ഞു കൊടുക്കാൻ ജെസ്സി ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും മൊബൈൽ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി. അതോടെ തങ്ങൾ ശരിക്കും പെട്ടുവെന്ന് ജെസ്സിക്കും വാൾട്ടിനും മനസ്സിലായി. അടുത്ത ദിവസം
ദിവസം രാവിലെ ജെസ്സി എഴുന്നേറ്റ് നോക്കുമ്പോൾ ജനറേറ്ററിന്റെ കമ്മ്യൂട്ടേറ്റർ എന്ന ഭാഗം ഊരിയെടുത്ത് അത് കൈകൊണ്ട് തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വാൾട്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ളതും സമയം എടുക്കുന്നതുമായ കാര്യമാണെങ്കിലും അത് വർക്കാകാൻ സാധ്യതയുണ്ടെന്ന് വാൾട്ട് ജെസ്സിയോട് പറഞ്ഞു. മണിക്കൂറുകളോളം അവർ രണ്ടുപേരും മാറി മാറി കൈകൊണ്ട് ആ യന്ത്രം തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ ശ്രമിച്ചു. അത്യാവശ്യം ചാർജായി കാണുമെന്ന് തോന്നിയപ്പോൾ അവർ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ വണ്ടിയുടെ എഞ്ചിൻ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കിയതല്ലാതെ സ്റ്റാർട്ടായില്ല. അതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുവരും ആ മരുഭൂമിയിൽ പകച്ചു നിന്നു. മരുഭൂമിയിലെ കൊടും ചൂടിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ അവർ ശാരീരികമായും മാനസികമായും തളർന്നു. ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നതോടെ വാൾട്ടിന് അസുഖം കൂടുതലായി. പലതവണ അവൻ ചോര ഛർദ്ദിച്ചു. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധം തളർന്ന വാൾട്ട് വണ്ടിയിൽ കിടന്നു. താൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതുന്ന വാൾട്ട് താൻ ചെയ്ത തെറ്റുകൾക്കും പറഞ്ഞ കള്ളങ്ങൾക്കുമുള്ള ശിക്ഷയാണിതെന്നും അനുഭവിച്ചേ മതിയാകൂ എന്നും ജെസ്സിയോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇതെല്ലാം ചെയ്തത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ജെസ്സി വാൾട്ടിനെ സമാധാനിപ്പിച്ചെങ്കിലും വാൾട്ട് മരണത്തിന് കീഴടങ്ങാൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്നു മരിച്ചോളൂ എന്ന് പറയുന്ന ജെസ്സി താൻ ഇറങ്ങി നടക്കാൻ പോവുകയാണെന്നും താല്പര്യമുണ്ടെങ്കിൽ കൂടെ വരാനും ആവശ്യപ്പെട്ടു. എന്നാൽ ജെസ്സി പോകാൻ നേരം അവനെ തടയുന്ന വാൾട്ട് അവനോട് ഒരു കാര്യം പറഞ്ഞു. ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കഴിക്കാത്തതിനാൽ നിലവിൽ നിന്റെ ശരീരത്തിൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവ പൂർണ്ണമായും ഇല്ലാതാകുമ്പോൾ നിന്റെ ശ്വാസകോശം ശ്വസിക്കുന്നത് നിർത്തും, ഹൃദയം പമ്പ് ചെയ്യുന്നത് നിലയ്ക്കും. ആ അവസ്ഥയിൽ ഈ കൊടും ചൂടിലൂടെ നീ നടന്നാൽ കൃത്യം ഒരു മണിക്കൂറിനുള്ളിൽ നീ മരിച്ചു വീഴും. മരണത്തെ ഇത്രയും കൃത്യമായും ശാസ്ത്രീയമായും വാൾട്ട് വിവരിക്കുന്നത് കേട്ട് ഭയന്നുപോയ ജെസ്സി പോകാതെ അവിടെ തന്നെ നിന്നു. എന്നാൽ അങ്ങനെ അവിടെ കിടന്ന് മരിക്കാൻ ജെസ്സി തയ്യാറായിരുന്നില്ല. നിങ്ങളൊരു സയന്റിസ്റ്റ് ആണെന്നും ഈ വണ്ടിയിലുള്ള പലതരം കെമിക്കലുകൾ ഉപയോഗിച്ച് ഒരു ബാറ്ററി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും ചോദിച്ച് അവൻ വാൾട്ടിനെ നന്നായൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. അത് കേട്ട വാൾട്ടിന് ഒരു ബുദ്ധി തോന്നി. ഉടൻ തന്നെ ജെസ്സിയോട് ചെമ്പും സിങ്കും അടങ്ങിയ നാണയങ്ങൾ, സ്ക്രൂകൾ, ബോൾട്ടുകൾ എന്നിങ്ങനെ ലോഹനിർമ്മിതമായ എല്ലാം ശേഖരിക്കാൻ വാൾട്ട് പറഞ്ഞു. ഒപ്പം വണ്ടിയുടെ മുൻവശത്തെ ടയറുകൾ അഴിച്ച് അതിലെ ബ്രേക്ക് പാഡുകൾ എടുത്തുകൊണ്ടുവരാനും അവൻ ജെസ്സിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് വാൾട്ട് തന്റെ കെമിസ്ട്രിയിലെ അഗാധമായ അറിവുകൾ ഉപയോഗിച്ച് ബാറ്ററി ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ലാബിലുണ്ടായിരുന്ന മെർക്കുറിക് ഓക്സൈഡും കോപ്പറും വണ്ടിയുടെ ബ്രേക്ക് പാഡിൽ നിന്നെടുത്ത ഗ്രാഫൈറ്റും ജെസ്സി കൊണ്ടുവന്ന നാണയങ്ങളിലടങ്ങിയ സിങ്കും ഉപയോഗിച്ച് 6 പ്ലാസ്റ്റിക് പാത്രങ്ങളിലായി ചെറിയ ബാറ്ററി സെല്ലുകൾ വാൾട്ട് ഉണ്ടാക്കി. അതെല്ലാം കൂട്ടിയോജിപ്പിച്ച ശേഷം വാൾട്ടും ജെസ്സിയും ആ ചെറിയ ബാറ്ററികളുടെ സഹായത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറെടുത്തു. വാൾട്ടിന്റെയും ജെസ്സിയുടെയും അധ്വാനം ഫലം കണ്ടു. വണ്ടി സ്റ്റാർട്ടായി. ഒട്ടും സമയം കളയാതെ അവർ വണ്ടിയെടുത്ത് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു. നേരത്തെ വാൾട്ടിനെ പിക്ക് ചെയ്ത അതേ എയർപോർട്ടിൽ ജെസ്സി വാൾട്ടിനെ ഡ്രോപ്പ് ചെയ്തു. വാൾട്ട് നേരത്തെ കണക്കുകൂട്ടിയ പണം അവന്റെ കുടുംബത്തിന് ജീവിക്കാൻ മതിയാകുമെന്ന് അറിയാമായിരുന്ന ജെസ്സി ഇനി നമ്മൾ കാണുമോ എന്ന് വിഷമത്തോടെ വാൾട്ടിനോട് ചോദിച്ചു. മാത്രമല്ല, നാളത്തെ സ്കാനിംഗ് റിസൾട്ട് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഷെയർ ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ എത്തിച്ചിരിക്കുമെന്ന് ജെസ്സി വാൾട്ടിന് ഉറപ്പുകൊടുത്തു. ശേഷം വാൾട്ടിനോട് യാത്ര പറഞ്ഞ ശേഷം ജെസ്സി പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വാൾട്ടും കുടുംബവും സ്കാനിംഗ് റിസൾട്ട് അറിയാനായി ഡോക്ടറെ കാണാൻ പോയി. എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. ഡോക്ടർ വാൾട്ടിന്റെ സ്കാനിംഗ് റിസൾട്ട് അവരോട് വിവരിക്കാൻ ആരംഭിച്ചു. കീമോതെറാപ്പിയും മറ്റു ചികിത്സകളും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്വാസകോശത്തിലെ ട്യൂമർ 25 മുതൽ 35% വരെ ചുരുങ്ങിയിട്ടുണ്ടാകണം. എന്നാൽ വാൾട്ടിന്റെ ട്യൂമർ 80% ചുരുങ്ങിയിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത ഡോക്ടർ അവരെ അറിയിച്ചു. ഇത് കേൾക്കുന്ന വാൾട്ടിനും കുടുംബത്തിനും സന്തോഷം അടക്കാനായില്ല. തുടർന്ന് വാൾട്ടിനെ അലട്ടുന്ന ചുമയെക്കുറിച്ച് സംസാരിക്കുന്ന ഡോക്ടർ റേഡിയേഷൻ ചികിത്സയുടെ ഫലമായുണ്ടായ നീർക്കെട്ട് കാരണമാണ് ആ ചുമയെന്നും നേരത്തിന് മരുന്ന് കഴിച്ചാൽ ഭയപ്പെടാനൊന്നുമില്ലെന്നും പറഞ്ഞു. ശക്തമായി ചുമയ്ക്കുന്നത് കാരണം അന്നനാളത്തിൽ ഉണ്ടാകുന്ന മുറിവിൽ നിന്നാണ് രക്തം വരുന്നതെന്നും അങ്ങനെ സംഭവിക്കുമ്പോൾ കൂടുതൽ രക്തം വാർന്നു പോകാതിരിക്കാൻ കറക്റ്റായി ചികിത്സകൾ എടുക്കാനും ഡോക്ടർ വാൾട്ടിനെ ഉപദേശിച്ചു. അപകടഘട്ടം പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായും ആഘോഷിക്കാമെന്നും പറഞ്ഞ് ഡോക്ടർ സംസാരം അവസാനിപ്പിച്ചു. കുടുംബം മുഴുവൻ സന്തോഷത്തിലായിരിക്കുമ്പോൾ വാൾട്ടിന്റെ ഉള്ളിൽ ഭയവും നിരാശയുമായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് മരിക്കാൻ പോവുകയാണെന്ന ധൈര്യത്തിൽ തന്റെ കുടുംബത്തിന് പണമുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നുണകൾ പറഞ്ഞ് കൊടും കുറ്റവാളിയായി മാറിയ തനിക്ക് ഇനിയും ഇതേ ജീവിതം തുടരേണ്ടി വരുമല്ലോ എന്ന ചിന്ത അവനെ വല്ലാതെ തളർത്തി. അവൻ പതുക്കെ എഴുന്നേറ്റ് മുഖം കഴുകാനായി വീണ്ടും വാഷ്റൂമിലേക്ക് പോയി. കള്ളങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഈ ജീവിതത്തിൽ താൻ എന്നേക്കുമായി കുടുങ്ങിപ്പോയി എന്ന സത്യം മനസ്സിലാക്കുന്ന വാൾട്ട് സർവ്വശക്തിയുമെടുത്ത് ആ വാഷ്റൂമിലെ ഡിസ്പെൻസറിൽ ആഞ്ഞടിച്ചു.